നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാരെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഞാൻ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ചെറിയ സവാള, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ അരിഞ്ഞതാണ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കടുക് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഇത് വഴറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ സെപ്പറേറ്റ് ഉരുളക്കിഴങ്ങ് വേവിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു എണ്ണ കിടന്നിട്ട് തന്നെയാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇപ്പോൾ സവാള അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസാക്കിയിട്ട് മുറിച്ച് വെച്ചിരുന്നതാണ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ ഒരു എണ്ണ കിടന്നിട്ട് തന്നെ വേണം വേവാനായിട്ട്. അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ആവി കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഈ രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. ഫുള്ളായിട്ട് വെന്തിട്ടില്ല, ഇനി കുറച്ചും കൂടി വേവിക്കാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയാവും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണിത്. നല്ല ടേസ്റ്റിയുമാണ്. ഇങ്ങനെ എണ്ണ കിടന്നിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കുള്ളൂ, ഡെയിലി എന്താ കറി വെക്കാമെന്ന് ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ പെട്ടെന്നൊരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയും അതിൻ്റെ കൂടെ ഒരു മോര് കാച്ചിയതോ അല്ലെങ്കിൽ തൈരോ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറിനാം. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും പിന്നെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. താങ്ക്